Let's discuss question number 4. See, identify product A, B and C in the following reaction sequence. തന്നിരിക്കുന്ന കോമ്പൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രൊപ്പൈൻ അല്ലേ. അപ്പൊ ഇത് ഹൈഡ്രോ കാർബൺ ആണ്, ആൽക്കൈനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഇസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ദേ യൂസ്ഡ്? പലേഡിയം ബാർ കാർബൺ. പലേഡിയം പോയ്സൺഡ് വിത്ത് കാർബൺ. ഇറ്റ്സ് കോൾഡ് എ ലിൻഡാസ് കാറ്റലിസ്റ്റ്. അപ്പൊ ലിൻഡാസ് കാറ്റലിസ്റ്റ് നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ടിനെ അയാൾ ഡബിൾ ബോണ്ട് ആക്കി മാറ്റുകയുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തത്, സോ ലെറ്റ്സ് റൈറ്റ് ലൈക്ക് ദിസ്: CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, അതിന് നമ്മൾ ലിൻഡാസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുന്നു. അപ്പൊ ഓൺലി ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി മാത്രമേ മാറുകയുള്ളൂ. So we get CH3 single bond CH double bond. What we get? CH2. We got alkene. Now next step. നമ്മൾ ഈ ആൽക്കീൻ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓസോണോളിസിസ് നടത്തുകയാണ്. So whenever we are performing ozonolysis, so what we get? CH3 single bond CH double bond CH2. Okay, let's write like this. അപ്പൊ നമ്മൾ ഇതിൽ ഓസോണോളിസിസ് നടത്തി. So whenever you are performing ozonolysis, you are getting two products. So what are those products? ഈ സൈഡിൽ നമുക്കറിയാം CH3 CHO. അപ്പർ സൈഡിൽ നമുക്കറിയാം O double bond C and H here, H here, or you can write this as HCHO, which means formaldehyde. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് പ്രൊപ്പീൻ ആണ്. എ എന്ന് പറയുന്നത് പ്രൊപ്പീൻ ആണ്. ബിയും സിയും എന്ന് പറയുന്നത് ഇവന്മാർ രണ്ടുപേരുമാണ്. അപ്പൊ നമ്മുടെ ആൻസർ സി വി ഹാവ് ഓപ്ഷൻ എ പ്രൊപ്പീൻ, പിന്നെ ബി എന്ന് പറയുന്നത് അസറ്റാൽഡിഹൈഡ്, നെക്സ്റ്റ് വി ഹാവ് ഫോർമാൽഡിഹൈഡ്. സോ ഓൺലി ഓപ്ഷൻ 1 can be selected. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 1.